വേണ്ട ലിപ്സ്റ്റിക്ക് ഓക്കെ ശരി. മേക്കപ്പ് ആർട്ടിസ്റ്റിനോട് സജഷൻ പറയാനല്ലേ. അപ്പം നമ്മുടെ ചെക്കൻ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ലിപ്സ്റ്റിക് കുറച്ച് ഡാർക്കായിട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് സാരിയാണ് ഇവിടെ ഡ്രാപ്പ് ചെയ്യുന്നത് ഞാനിപ്പോൾ. അപ്പോൾ നല്ല ഒതുങ്ങി നിൽക്കുന്ന ടിഷ്യൂ മോഡലായതുകൊണ്ട് തന്നെ വെയർ ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരുന്നു. അതുപോലെ തന്നെ നല്ല ഒതുങ്ങി നിൽക്കുന്ന ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് സാരി ഉടുത്ത് കൊടുക്കുമ്പോൾ തന്നെ എനിക്കൊരു കംഫർട്ടബിളായിരുന്നു അത് ഉടുക്കാൻ. ചില സാരികളുണ്ടാവും പിടിച്ചാൽ കിട്ടാത്ത സാരികളൊക്കെ ഉണ്ട്. അപ്പം അതൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല സിമ്പിളായിട്ട് എടുക്കാൻ കഴിഞ്ഞു ഗൈസ്. ചെക്കനടക്ക് ഇറങ്ങി നിൽക്കുന്നുണ്ട്, അതാണ് നമ്മൾ നോക്കി ചിരിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ കല്യാണ പെണ്ണ് ട്രിവാൻഡ്രംകാരിയാണ് കണ്ണൂരിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവരൊരു ലവ് മാരേജാണ്, പോരാണ്ട് ഒരു ഇൻ്റർകാസ്റ്റ് മാരേജും കൂടെയാണ് ഇപ്പോൾ നടക്കുന്നത്. അതായത് നമ്മുടെ പെൺകുട്ടി എന്നെപ്പോലെ ഒരു ക്രിസ്ത്യൻ കുട്ടിയാണ്, ആ ആളാണ് ഈ ഹിന്ദു ചെക്കൻ്റെ കല്യാണം കഴിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട് മുഖത്തായാലും ഒരു സിറ്റുവേഷനിലായാലും. കുറച്ച് ഫാമിലി എല്ലാം സമ്മതിച്ച് കുറച്ച് ഗ്യാപ്പ് എടുത്ത് ചെയ്യാനിരുന്ന ഒരു കല്യാണമാണിത്. പക്ഷേ ഒരു സാഹചര്യം കൊണ്ട് പെട്ടെന്നൊരു ദിവസത്തേക്കാക്കി. അങ്ങനെ അതിൻ്റെ ഒരു ടെൻഷന് മുഖത്തുണ്ട്. അപ്പോൾ മേക്കപ്പ് എന്നോട് പറഞ്ഞാൽ ചേച്ചി ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ കുറച്ച് സജഷൻസ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ആൾ നല്ല ഫ്രണ്ട്ലി ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെ വേഗം എനിക്ക് മിങ്കിൾ ചെയ്യാൻ പറ്റി. കാരണം എനിക്ക് ഒരു കംഫർട്ട് സോൺ ഉണ്ടെങ്കിൽ ഞാൻ അവിടെ ഭയങ്കര ഇതായിരിക്കും. അപ്പോൾ എനിക്കത് അവിടെ കിട്ടിയത് കൊണ്ട് തന്നെ വളരെ ഹാപ്പി ആയിരുന്നു. പിന്നെ നമ്മുടെ കല്യാണ പെണ്ണ് വിശക്കുന്നുണ്ട്, ചേച്ചി അവിടെ വാരി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് നിത്യം വാരി തന്നായിരുന്നു കേട്ടോ. നിത്യം ഭക്ഷണം കഴിച്ചപ്പോൾ എന്നോട് നീച്ച് കഴിച്ചിട്ട് ഇനി ചെയ്യാം എന്നൊക്കെ പറഞ്ഞെങ്കിലും വേണ്ട, എനിക്കിപ്പോൾ വേണ്ട, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, ഞാൻ കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് പറഞ്ഞിട്ടും കേൾക്കാഞ്ഞിട്ട് എനിക്ക് വാരിയെല്ലാം തന്നു. നിത്യ നല്ല സ്നേഹമുള്ള 2 പെൺകുട്ടികളുണ്ട് കേട്ടോ അവിടെ നമ്മുടെ വീഡിയോൻ്റെ പുറകിൽ. അപ്പോൾ അവരാണ് എനിക്ക് വീഡിയോയിൽ എടുത്തു തന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വലിയ ഉപകാരമായി. പിന്നെ അവരുടെ വീട്ടിലാണ് നമ്മളിപ്പോൾ ഈ മേക്കപ്പ് ചെയ്യാൻ വന്നിട്ടുള്ളതും നമ്മുടെ കല്യാണ പെണ്ണിനുള്ള സ്ഥലവും. അപ്പോൾ നല്ല ഒരു ഫൺ മൊമെൻ്റ് തന്നെയായിരുന്നു. കാരണം എനിക്ക് എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യാൻ, ഞാൻ ഒറ്റയ്ക്കുള്ളത് കൊണ്ട് തന്നെ എനിക്ക് പിടിച്ചു തരാനും എടുക്കാനും ഒക്കെ എന്നെ വല്ലാണ്ട് ഹെൽപ്പ് ചെയ്തു 2 കുട്ടികൾ. അപ്പോൾ പിന്നെ നമ്മുടെ കല്യാണ പെണ്ണ് ഏകദേശം അവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഓൾ പറഞ്ഞതുപോലെ തന്നെ വലുതായിട്ട് ബോറാക്കി മേക്കപ്പും ചെയ്തിട്ടില്ല. അപ്പോൾ പിന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഹെയറിൽ ഈ മുല്ലപ്പൂ വെച്ചപ്പോൾ ആയിരുന്നു. ചേച്ചി എനിക്ക് പിരിച്ചിടണ്ട, പിന്നെ ഹെയറിൽ എനിക്കങ്ങനെ വലുതായിട്ടൊന്നും വേണ്ട എന്ന് പറഞ്ഞു. പിന്നെ ബാക്കോട്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ പിന്നെ ഈ മുല്ലപ്പൂ കാണുന്ന രീതിയിലും എന്നാൽ മുടി മടഞ്ഞിടാത്ത രീതിയിലും വേണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റൈലിൽ വെച്ചത് അടിയിൽ കൂടെയും വെച്ച് മേലെ കൂടെയും വെച്ചു. അപ്പോൾ ഇത് 2 സൈഡാകുമ്പോൾ മുടിയും കാണും മുല്ലപ്പും കാണും എന്നുള്ള രീതിയിലാണ് കേട്ടോ ഹെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മൾ ലിപ്സ്റ്റിക്കിലേക്കാണ്. അപ്പോൾ ലിപ്സ്റ്റിക്ക് ഇടുമ്പോഴേ ആദ്യമേ ചെക്കൻ പറഞ്ഞിട്ട് പോയതാണല്ലോ ചേച്ചി ഡാർക്കായിട്ട് ഇട്ട് കൊടുക്കണം, എന്നാലേ കുറച്ച് അട്രാക്ഷനൊക്കെ ഉണ്ടാവുള്ളൂ എന്ന്. അപ്പോൾ നമ്മുടെ കല്യാണ പെണ്ണ് ഇടുന്ന ഒരു ഷെയ്ഡും ഇത് തന്നെയാണ്. അപ്പം അവൾക്ക് അത് തന്നെ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ 3 ഷെയ്ഡ് കൊണ്ടുപോയി. അതിൽ ഇത് ഈ ഷെയ്ഡ് ആയിരുന്നു അവൾ യൂസ് ചെയ്യുന്നതുകൊണ്ടും അവൾക്ക് ആ ഒരു ഷെയ്ഡ് മതി എന്ന് പറഞ്ഞതുകൊണ്ടും നമ്മളിത് തന്നെ ഉപയോഗിച്ചു. അപ്പോൾ ഇതാണ് ലാസ്റ്റ് ഫൈനൽ ലുക്ക് നമ്മുടെ കല്യാണ പെണ്ണിൻ്റെ. അപ്പോൾ എങ്ങനെയുണ്ട് ഗൈസ് നമ്മുടെ സാരി ഡ്രാപ്പിംഗ് മേക്കപ്പ് ഒക്കെ ഒരു ലൈറ്റ് ആയിട്ടാണ് പോയിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടമായി, അതുകൊണ്ട് എനിക്കും സമാധാനമായി. ഞാൻ ചെയ്തു കൊടുത്ത ഒരാൾക്ക് അത് ഇഷ്ടപ്പെടുമ്പോഴാണല്ലോ ഇത്. എന്നോട് പറഞ്ഞ് സാരി കൊടുത്ത് നല്ലോണം എനിക്കിഷ്ടമായി. പിന്നെ സാരി നല്ല ഒതുങ്ങി നിൽക്കുന്നതുകൊണ്ടും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പം എനിക്കതിലൊരു സമാധാനമായി. പിന്നെ നമ്മൾ ഒരു വീഡിയോ ഒക്കെ എടുത്ത് നമ്മൾ അങ്ങോട്ട് നോക്കുന്നതൊക്കെ പറയാം. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഹസ്ബൻഡ് മേലെ നിന്നിട്ടും എനിക്ക് ഫോട്ടോ എടുത്ത് തരുന്നുണ്ട്. അതാണ് ഞാൻ മേലോട്ട് നോക്കുന്നത്. അപ്പോൾ ഇനി പെണ്ണ് റെഡിയായിട്ട് ഇറങ്ങുകയാണ്, സമയമായി. അപ്പം നമ്മളെല്ലാം ഡ്രസ്സൊക്കെ മാറ്റി. അപ്പോൾ ഈ റെഡ് കളർ ചുരിദാറ്റ ആളാണ് നിത്യ. അപ്പോൾ ആളാണ് എനിക്ക് ഫുഡെല്ലാം വാരി തന്നത്. പിന്നെ ഈ സൈഡിൽ വന്നിരിക്കുന്ന ഒരു ബ്രൗൺ ഒരു എന്താ പറയുക ഒരു ചുങ്കിടി പോലത്തെ ടൈപ്പ് പോലത്തെ ടോപ്പ് ഇട്ടില്ലേ, ആളാണ് നിവേദ്യ. അപ്പോൾ ഏട്ടനിവിടെ വന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്നോട് വെച്ചേട്ടാ എങ്ങനെയുണ്ട് മേക്കപ്പ് എന്നൊക്കെ ഏട്ടൻ പറഞ്ഞ് നല്ലതുണ്ട് എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഇനി കല്യാണപ്പെണ്ണ് നേരെ അമ്പലത്തിലേക്കാണ്. അപ്പോൾ അമ്പലമല്ല, ഇത് മഠത്തിൽ വെച്ചിട്ടാണ്. ഇൻ്റർകാസ്റ്റ് മാരേജ് ആയതിൻ്റെ അമ്പലത്തിൽ വെച്ചിട്ടല്ല, അപ്പോൾ നേരെ മഠത്തിൽ വെച്ചിട്ടാണ് ഈ കല്യാണം നടത്തുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും കാറിലേക്ക് കയറുകയാണ് ഗൈസ്. അപ്പോൾ ഓരോരുത്തരും ഓരോരോ സൈഡിൽ നിന്ന് വീഡിയോ എല്ലാം എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതാ കാറിലേക്ക് കയറി. ഇനി ഞാൻ ഓരോരുത്തരെ പരിചയപ്പെടുത്താം. ഇതാണ് നിത്യ, നടുക്കിരിക്കുന്നത് ശരണ ചേച്ചി, അപ്പുറം ഇരിക്കുന്നതാണ് നിവേദ്യ. ഈ നിത്യ നിവേദിയും സഹോദരങ്ങളാണ് കേട്ടോ. അപ്പം നമ്മുടെ കല്യാണപ്പെടുന്ന ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്. അങ്ങനെ നമ്മൾ നേരെ മഠത്തിലാടെ എത്തി.
അപ്പോൾ കതിരൂരുള്ള ഒരു അതായത് മഠത്തിൽ വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു മാരേജ് നടത്താൻ പോകുന്നത്. അപ്പോൾ ചെക്കനും കൂട്ടനും ഫ്രണ്ട്സും ഒക്കെ കുറച്ച് പേർ വന്നിട്ടുണ്ട്. നമ്മൾ രണ്ടാമതാണ് വന്നത്. അപ്പോൾ ഇതാ നമ്മുടെ കല്യാണപ്പെണ്ണതയുടെ നിന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. നമ്മുടെ ചെക്കൻ ഇതാ റെഡി ആയിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ചെക്കൻ. നിങ്ങൾ ആദ്യമത്തെ ഒരു വീഡിയോയിൽ തന്നെ കണ്ടിട്ടുണ്ടാവുമല്ലോ ചെക്കനെ. അപ്പോൾ ചെക്കൻ ഡ്രസ്സെല്ലാം മാറ്റിയപ്പോൾ നിങ്ങൾ കാണണ്ടേ. അപ്പോൾ ഇതാണ്. അപ്പോൾ ചെക്കനെ പെണ്ണിനെ കണ്ടിട്ടുള്ള എക്സ്പ്രഷൻ എടുക്കാനാണ് നമ്മൾ സത്യത്തിൽ നിന്നതെങ്കിലും ആ ഒരു സമയത്ത് ഓൻ എന്താ പറയേണ്ടതെന്ന് തന്നെ അറിയുന്നില്ല. പിന്നെ അതുമല്ല അവിടെ വെളിച്ചം കുറവായിരുന്നു. അപ്പോൾ ഒരുപാട് ഇഷ്ടമായി, നല്ല ഉണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നു. നാണം, എല്ലാവരും ഇങ്ങനെ മുന്നിൽ നിൽക്കുമ്പോൾ ചെക്കനും പെണ്ണിനും ഒരു നാണം. അതാണ് സംഭവം. അപ്പോൾ നേരെ മണ്ഡപത്തിലേക്ക് കയറിയിട്ടുണ്ട്.
അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഫോട്ടോ എല്ലാം എടുത്തെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ ആ കാറിലേക്ക് കയറി ഇനി എല്ലാവരും തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ നമ്മൾ നാട്ടിലെത്തിയിട്ടുണ്ട്. ഇനിയാണ് ഗൈസ് ചങ്ങായിമാരുടെ കളികൾ. അതായത് ഇനി ഇവരെ കൊണ്ട് വീട്ടിലെത്തുന്നവരെ നടത്തിച്ചിട്ട് ഒരു പണിയാക്കും. അതുമല്ല അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ കോമാളിത്തരങ്ങളും ചെയ്യിപ്പിക്കും. അതായത് ചങ്ങായിമാരുടെ ഒരു പണി ഇതൊക്കെ ഉണ്ടല്ലോ, അതാണ് ഇനി നടക്കാൻ പോകുന്നത്. അന്റെ ഭർത്താവിന്റെ സ്റ്റെപ്പ് വെച്ചടാ രാവിലെ സ്റ്റെപ്പ് വാ കളിക്കേ അവർത്തെ കളിക്കേ കളിക്കേ చెప్పడే എന്തോ കഴിച്ചതിന് ശേഷം എന്തോ പ്രശ്നമുണ്ട്. അപ്പോൾ എല്ലാവരും അനുഗ്രഹങ്ങളെല്ലാം വാങ്ങി ഇവരൊരു പുതിയ ജീവിതത്തിലേക്ക് തുടക്കം കുറിക്കുകയാണ്. അപ്പോൾ എല്ലാം നല്ലതിനായി വരട്ടെ. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. അതുവരയ്ക്കും ഗൈസ്, ബൈ.